ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ സ്ഥാനമേറ്റു. കയ്യെഴുത്ത് പ്രതികളുടെ സംരക്ഷണത്തിനായി സംഘടിപ്പിക്കുന്ന ഗ്യാൻ ഭാരതം അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തു പകർന്ന് INS അരവല്ലി ഇന്ന് കമ്മീഷൻ ചെയ്യും. കേരളത്തിലെ നഗര വളർച്ചാ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ മുന്നിലെന്ന് അർബൻ കോൺക്ലേവ് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. നഗരവികസനത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് ഭരണപ്രതിസന്ധി നേരിടുന്ന നേപ്പാളിൽ ഇടക്കാല സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ഇന്ന് ഒമാനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ സ്ഥാനമേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. I, Chandraviram Ponnusamy Radhakrishnan, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, and that I will faithfully discharge the duty upon which I am about to enter. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, JP നഡ്ഡ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. ഈ മാസം 9 നടന്ന തെരഞ്ഞെടുപ്പിൽ 452 വോട്ടുകൾ സ്വന്തമാക്കിയാണ് NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തിയത്. INDA സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡിയെ 152 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. 1957 തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ജനിച്ച CP രാധാകൃഷ്ണൻ വിദ്യാർത്ഥി നേതാവായാണ് രാഷ്ട്രീയ രംഗത്തെത്തുന്നത്. സജീവ RSS പ്രവർത്തകനായിരുന്ന അദ്ദേഹം BJPയുടെ തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1998 99 കോയമ്പത്തൂരിൽ നിന്ന് 2 തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ജാർഖണ്ഡ്, തെലങ്കാന, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളുടെ ഗവർണറായും പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായും ശ്രീ CP രാധാകൃഷ്ണൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും ഉപരാഷ്ട്രപതിയാകുന്ന 3ാമത്തെ വ്യക്തി കൂടിയാണ് അദ്ദേഹം. ന്യൂഡൽഹി നടക്കുന്ന ഗ്യാൻ ഭാരതം അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. കയ്യെഴുത്തു പ്രതിയിലൂടെ ഇന്ത്യയുടെ വിജ്ഞാന പാരമ്പര്യം വീണ്ടെടുക്കൽ എന്ന വിഷയത്തിൽ ഇന്നലെയാണ് സമ്മേളനം ആരംഭിച്ചത്. കയ്യെഴുത്തു പ്രതികളുടെ ഡിജിറ്റലൈസേഷൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ ഗ്യാൻ ഭാരതം പോർട്ടലിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. അപൂർവ കയ്യെഴുത്തു പ്രതികളുടെ പ്രദർശനവും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. സമുദ്ര സുരക്ഷാ മേഖലയിൽ കരുത്തു പകർന്ന് ഇന്ത്യൻ നാവികസേനയുടെ INS ആരവല്ലി ഇന്ന് കമ്മീഷൻ ചെയ്യും. ഗുരുഗ്രാമിൽ നടക്കുന്ന ചടങ്ങിന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K. ത്രിപാഠി അധ്യക്ഷത വഹിക്കും. നാവികസേനയുടെ വിവരവിനിമയ സൗകര്യങ്ങൾ ശക്തിപ്പെടുത്താൻ INS ആരവല്ലി നിർണായക പങ്കുവഹിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. കേരളത്തിലെ നഗര വളർച്ചാ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തിനായി ആദ്യ സമഗ്ര നഗര നയം രൂപീകരിക്കുന്നതിനുള്ള 2 ദിവസത്തെ അർബൻ കോൺക്ലേവ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കേന്ദ്രവുമായി സഹകരിച്ച് നഗരവികസനത്തിനുള്ള വിവിധ പദ്ധതികൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്നതായും അദ്ദേഹം പറഞ്ഞു. സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ഉടൻ തന്നെ അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. രാജ്യത്തെ മികച്ച നഗരങ്ങൾ വാർത്തെടുക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് ചടങ്ങിൽ മുഖ്യ അതിഥിയായ കേന്ദ്ര നഗരകാര്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ പറഞ്ഞു. ലോകത്തെ ഏറ്റവും കൂടുതൽ മെട്രോ ലൈനുകളുള്ള 3ാമത്തെ രാജ്യമായി ഇന്ത്യ സമീപ ഭാവിയിൽ തന്നെ മാറുമെന്നും അദ്ദേഹം അറിയിച്ചു. In some years, I came to learn कि केरला में 95% अर्बनाइजेशन हो जाएगा. It will be the biggest urbanization state in coming years. इसलिए केरला को शहरों की उन सब प्रकार की चीज़ों को देखना पड़ेगा और उसमें जितने भी प्रोजेक्ट्स हैं उन प्रोजेक्ट्स को एक एक करके हमको आगे बढ़ाना पड़ेगा. നിയമസഭാ മുൻ സ്പീക്കറും മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന PP തങ്കച്ചന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് രാഷ്ട്രീയ കേരളം. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് ശേഷം നെടുമ്പാശ്ശേരി യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നടക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം.
86 വയസ്സായിരുന്നു. 1982 മുതൽ 1996 വരെ പെരുമ്പാവൂർ MLA ആയിരുന്ന അദ്ദേഹം 95-ൽ AK ആന്റണി മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായി. 1991 മുതൽ 95 വരെ സ്പീക്കറായും പ്രവർത്തിച്ചു. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് ഈ മാസം 15-ന് തുടക്കമാകും. ഒക്ടോബർ 10 വരെ നീളുന്ന സമ്മേളന കാലയളവിൽ 12 ദിവസമാണ് സഭ ചേരുക. രാജ്യത്ത് ഈ മാസം 22 മുതൽ നടപ്പാക്കുന്ന GST ഘടനാ പരിഷ്കരണം ആരോഗ്യമേഖലയിൽ വൻ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. 33 ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതി പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് പരിഷ്കരണം. പാൽ, പ്രീ പാക്കേജ്ഡ് ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയ അവശ്യവസ്തുക്കളെ GSTയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ബ്രാൻഡ് ചെയ്യാത്ത അരി, ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയവയ്ക്കും നികുതി ഒഴിവാക്കി നൽകി. കാർഷിക മേഖലയ്ക്കും ക്ഷീര കർഷകർക്കും ഏറെ ഗുണകരമായ രീതിയിലാണ് പുതിയ പരിഷ്കാരങ്ങൾ. കാർഷിക ഉപകരണങ്ങളുടെ GSTയിൽ ഇളവ് വരുത്തിയത് കൃഷിയുടെ ചിലവ് കുറയാനും ഇടയാക്കും. ജൈവ കീടനാശിനികൾ, സൂക്ഷ്മ പോഷകങ്ങൾ എന്നിവയുടെ നികുതിയിലും കുറവ് വരുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രത തുടരുന്നു. നിലവിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 10 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ചികിത്സയിലുള്ള എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ. വൈകിയുള്ള നികുതി സമർപ്പണത്തിന് പിഴയും പലിശയും ഈടാക്കും. സിക്കിമിലെ ഗയാൽഷിംഗ് ജില്ലയിൽ ഇന്നലെ രാത്രിയുണ്ടായ മണ്ണിടിച്ചിലിൽ 4 മരണം. ഒരാളെ കാണാതായിട്ടുണ്ട്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് ഭരണപ്രതിസന്ധി നേരിടുന്ന നേപ്പാളിൽ ഇടക്കാല സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇടക്കാല പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി പ്രക്ഷോഭം നടത്തിയ ജെൻസി പ്രതിനിധികളുമായി നേപ്പാൾ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലും സേനാ മേധാവി അശോക് രാജ് സിംഗ്ദലും ഇന്നലെ ചർച്ചകൾ നടത്തി. മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയുടെയും മറ്റ് ഭരണഘടനാ വിദഗ്ധരുടെയും സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകൾ ഇന്നും തുടരും. ഇടക്കാല പ്രധാനമന്ത്രിയെ സുശീല കർക്കിയെ തിരഞ്ഞെടുത്തേക്കുമെന്നാണ് സൂചനകൾ. അതേസമയം കാഠ്മണ്ഡു, ലളിത്പൂർ, ഭക്താപൂർ ജില്ലകളിൽ നിരോധനാജ്ഞ നിലനിൽക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തൻ ചാർലി കിർക്കിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിർണായക വീഡിയോ FBI പുറത്തുവിട്ടു. കൃത്യത്തിന് ശേഷം പ്രതി സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. അതിതീവ്ര യാഥാസ്ഥിതിക പ്രസ്ഥാനത്തിന്റെ പ്രചാരകനായിരുന്നു ചാർലി കിർക്ക്. പ്രതിയെ കണ്ടെത്താനായി പോലീസ് തിരച്ചിൽ വ്യാപകമായിട്ടുണ്ട്. അക്രമിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് $1,00,000 പാരിതോഷികവും FBI പ്രഖ്യാപിച്ചു. ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ഇന്ന് ഒമാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള മത്സരം മറ്റന്നാളാണ്. ഹോങ്കോങ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യൻ താരങ്ങളായ ആയുഷ് ഷെട്ടിയും ലക്ഷ്യ സെന്നും ഏറ്റുമുട്ടും. ജപ്പാൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് ആയുഷ് ഷെട്ടിയുടെ ക്വാർട്ടർ പ്രവേശം. മലയാളി താരം HS പ്രണോയിയെ വീഴ്ത്തിയായിരുന്നു ലക്ഷ്യ സെന്നിന്റെ മുന്നേറ്റം. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ. വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 380 പോയിന്റ് ഉയർന്ന് 81,929-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 108 പോയിന്റ് ഉയർന്ന് 25,114-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില ഉയർന്നു. പവന് 560 രൂപ കൂടി 81,600 രൂപയും ഗ്രാമിന് 10,200 രൂപയുമാണ് ഇന്ന് വില. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ബിജോർ ജില്ലയിലെ ബസ്തർ മേഖലയിൽ മാവോയിസ്റ്റിന്റെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലിനിടെ ഇന്ന് പുലർച്ചെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. റൈഫിളും സ്ഫോടക വസ്തുക്കളും പ്രദേശത്തു നിന്നും കണ്ടെടുത്തു. തിരച്ചിൽ തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ സ്ഥാനമേറ്റു. കയ്യെഴുത്ത് പ്രതികളുടെ സംരക്ഷണത്തിനായി സംഘടിപ്പിക്കുന്ന ഗ്യാൻ ഭാരതം അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തു പകർന്ന് INS അരവല്ലി ഇന്ന് കമ്മീഷൻ ചെയ്യും. കേരളത്തിലെ നഗര വളർച്ചാ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ മുന്നിലെന്ന് അർബൻ കോൺക്ലേവ് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. നഗരവികസനത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് ഭരണപ്രതിസന്ധി നേരിടുന്ന നേപ്പാളിൽ ഇടക്കാല സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ഇന്ന് ഒമാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.